നമസ്കാരം. 24 റൗണ്ട് അപ്പിലേക്ക് ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. പാലക്കാട് പുതുനഗരത്തെ വീടിനുള്ളിലെ പൊട്ടിത്തെറിയിൽ പോലീസ് കേസെടുത്തു എന്ന വാർത്ത. അനധികൃതമായി സ്ഫോടക വസ്തു സൂക്ഷിച്ചതിനും ഉപയോഗിച്ചതിനുമാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പൊട്ടിത്തെറിയിൽ മാങ്ങോട് ലക്ഷം വീട് നഗറിലെ ഷെരീഫിനും സഹോദരി ഷഹാനയ്ക്കുമാണ് പരിക്കേറ്റത്. ശ്രീജിത്ത് ശ്രീകുമാറിനുണ്ട് പാലക്കാട് എന്ന വിവരങ്ങളുമായി. ശ്രീജിത്ത്, കേസെടുത്തിരിക്കുന്നു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഷഹാനയുടെ ഭർത്തൃ വീടാണ് ഇത്. ഹക്കീം എന്നയാളാണ് ഇവിടെ താമസിക്കുന്നത്. ഹക്കീമിന്റെ അയൽവാസിയായ റഷീദ് എന്നയാളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതുനഗരം പോലീസ് ഒരു കേസെടുത്തിരിക്കുന്നത്. അനധികൃതമായി സ്ഫോടക വസ്തു കൈകാര്യം ചെയ്തതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ആരെയും ഇതുവരെ പ്രതി ചേർത്തിട്ടില്ല. ചിലരെയൊക്കെ ചോദ്യം ചെയ്ത് വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തൊട്ടടുത്തൊരു മരണ വീട്ടിലെ ചടങ്ങിനെത്തിയതായിരുന്നു പുതുനഗരം സ്വദേശിയായ ഷെരീഫാണ് ഇത്തരത്തിൽ ആ വീട്ടിനുള്ളിലേക്ക് കയറിയത്. അതായത് പെങ്ങളുടെ വീടാണ്, സഹോദരിയുടെ വീടാണ്. സഹോദരിയുടെ ഭർത്താവ് അടക്കമുള്ള ആളുകളാണ് അവിടെ താമസിക്കുന്നത്. അവിടേക്കാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഈ വരുന്ന സമയത്ത് അവിടെ വെച്ചാണ് ഈ ഒരു പൊട്ടിത്തെറി നടന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഗ്യാസ് സ്റ്റൗ പൊട്ടിത്തെറിച്ചു എന്നായിരുന്നു വിവരം ലഭിച്ചത്. പക്ഷേ പിന്നീടുള്ള അന്വേഷണത്തിൽ ഈ വീട്ടുകാർ തന്നെ അതൊരു പൊട്ടിത്തെറിയാണെന്ന് പോലീസിനോട് സമ്മതിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. എന്തായാലും ഈ വീട്ടുകാർക്ക് SDPI ബന്ധമെന്ന് BJP നേതാക്കൾ ആരോപിച്ചു കഴിഞ്ഞു. BJPയുടെ സംസ്ഥാന നേതാക്കൾ അടക്കം ആ വിഷയം ഉയർത്തുകയാണ്. കാരണം അവർക്ക് പാലക്കാട് വടക്കന്തറ സ്കൂളിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ടവർ പ്രതിരോധത്തിൽ നിൽക്കുകയാണ്. സ്വാഭാവികമായി തിരിച്ച് വലിയ രാഷ്ട്രീയ അവസരം അവർക്ക് കൈവന്നിരിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് ഒരു രാഷ്ട്രീയമൊന്നും ഇപ്പോൾ പറയുന്നില്ല. അതൊരു പന്നിപ്പടക്കമാണ് എന്ന തരത്തിലുള്ള വിവരങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഈ സ്ഫോടക ശേഖരം ഈ വീടിനുള്ളിൽ വന്നതിനെ കുറിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ നിലവിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല. കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം പ്രതികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പുതുനഗരം പോലീസ് അറിയിക്കുന്നത്. ഉന്മേഷ്. ശരി, ശ്രീജിത്ത് ശ്രീകുമാറിനാണ് പാലക്കാട് എന്ന വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ നേരത്തെ പാലാരിവട്ടത്തുണ്ടായ ഒരു അപകടവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയിരുന്നു. ഇപ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അവിടെ മത്സര ഓട്ടമാണ് നടന്നത് എന്നാണ് S ശ്യാംകുമാർ അറിയിക്കുന്നത്. പരസ്പരം മത്സരിച്ചോടിയ 2 കാറുകളിൽ ഒന്നാണ് അവിടെ ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ചു കയറിയത് എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. കുണ്ടന്നൂർ മുതൽ ഈ കാറുകൾ ഇങ്ങനെ മത്സരയോട്ടം നടത്തുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. അങ്ങനെ ഓടിയ കാറുകളിൽ ഒന്ന് ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഒരു കുടുംബത്തിലെ 4 പേരാണ് ആ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നത്. അവർക്ക് 4 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അപകട സ്ഥലത്ത് നിന്നൊരു പ്രതികരണം വരുന്നുണ്ട്, അതിലേക്കാണ്. സൈഡിൽ കൂടെ ഈ ഓട്ടോ പോണം. ഇവർക്ക് പോകാൻ ഗ്യാപ്പില്ല ഈ കാറിന്. ഇമാര് ഈ കാറിനെയും കൂടി തെറിപ്പിച്ചിട്ടിട്ടാ പോണത്. ഈ ഓട്ടോനെ തെറിപ്പിച്ചിട്ടിട്ടാ പോണത്. വന്നിടിക്കുവായിരുന്നു. ഞങ്ങള് തൊട്ട് പുറകെ ഉണ്ടായിരുന്നു. ഞങ്ങള് മത്സരോട്ടായിരുന്നു. ഞെട്ടി എന്റെ പുള്ള കിടന്ന് ഉറങ്ങാറുന്നു. ഇവന്മാര് 2 കാറിൽ സൗണ്ട് ഉണ്ടാക്കിട്ട് വന്നിട്ട് എന്റെ കൊച്ചു ചാടി എണിച്ച് കരഞ്ഞ്. എവിടം തൊട്ട് പോനെയാണ് അവന്മാര് സ്പീഡിന്റെ മത്സരോട്ടാണ്. 2 വണ്ടി മത്സരോട്ടായിരുന്നു. കുണ്ടന്നൂർ അപ്പുറം തൊട്ട് അവന്മാര് തന്നെയാണ്. ഭയങ്കര സ്പീഡായിരുന്നു. റേസ് വെച്ചിട്ട് 2 പേരും പോയിക്കൊണ്ടിരുന്നത്. ഭയങ്കര സ്പീഡായിരുന്നു വണ്ടിക്ക്. വണ്ടി നഗരപ്രദേശങ്ങളിൽ രാത്രി സമയങ്ങളിൽ ഇത്തരത്തിൽ മത്സരയോട്ടം നടക്കാറുണ്ട്. ചിലപ്പോൾ ബൈക്കുകളൊക്കെ ഇത്തരത്തിൽ മത്സരയോട്ടത്തിൽ ഏർപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ദൃക്സാക്ഷികൾ പറഞ്ഞത് ഇത് മത്സരയോട്ടമായിരുന്നു എന്ന് ഉള്ളതാണ്. കുണ്ടന്നൂർ മുതൽ ഇത്തരത്തിൽ ഈ 2 കാറുകളും മത്സരിച്ചോടുകയായിരുന്നു എന്നാണ് ഈ അപകടമുണ്ടാക്കിയ കാറിന് തൊട്ടു പിന്നിലായി വന്നിരുന്ന വാഹനത്തിലുണ്ടായിരുന്നവർ പറയുന്നത്. റോഡിൽ കടന്നു പോകാനുള്ള സ്ഥലമില്ലായിരുന്നു. അങ്ങനെ ഓട്ടോയിലേക്ക് കയറി ഇടിക്കുകയായിരുന്നു ഈ കാറുകളിൽ ഒന്ന് എന്നാണ് ദൃക്സാക്ഷികൾ ഇപ്പോൾ പറയുന്നത്. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന 4 പേർക്ക് പരിക്കുണ്ട്. 4 പേരെയും ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വലിയ ഗതാഗത കുരുക്കാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. S ശ്യാംകുമാർ ചേരുന്നുണ്ട്. ശ്യാം, അപ്പോൾ ഇത് മത്സരയോട്ടമെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ടോ ശ്യാം? ഉന്മേഷ്, കൊച്ചി നഗരത്തിൽ വൈറ്റില മേൽപ്പാലത്തിൽ ഇത്തരമൊരു അപകടം ഉണ്ടായിട്ട് സ്ഥലത്തെത്താൻ പാലാരിവട്ടം പോലീസിനോ അല്ലെങ്കിൽ കൊച്ചിയിൽ ഈ തൊട്ടടുത്തുള്ള മരട് പോലീസിനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വസ്തുത. മത്സര ഓട്ടം നടത്തിയ 2 കാറുകൾ, ആ മത്സര ഓട്ടത്തിന്റെ അനന്തരഫലമാണ് ഒരു ഓട്ടോറിക്ഷയിൽ സമാധാനമായി പോവുകയായിരുന്ന ഒരു കുടുംബത്തിന്റെ നേരെ ഇടിച്ചു കയറുകയും ആ കാർ പൂർണ്ണമായും തകരുകയും ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന 4 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ആ കാറാണ് കാണുന്നത്. ഈ ദൃക്സാക്ഷികൾ തന്നെ പറയുന്നുണ്ട്, കുണ്ടന്നൂർ മുതൽ ഈ 2 കാറുകളും മത്സരിച്ച് ഓടുകയായിരുന്നു. അതിനിടയിൽ ഈ വൈറ്റില മേൽപ്പാലത്തിലെത്തിയപ്പോൾ മുന്നോട്ട് കയറി പോകാൻ ശ്രമിച്ചു. അവിടെ ഗ്യാപ്പ് കിട്ടിയില്ല. ആ ഭാഗത്താണ് ഓട്ടോറിക്ഷ
ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നത്. ആ കുടുംബത്തിന്റെ മേളിലേക്ക് കയറിയ കാറാണ് KL 39V 2005 എന്നീ നമ്പറുള്ള കാർ. അതിന്റെ എയർ ബാഗ് വരെ പൊട്ടിയാണ് ആ കാർ ഇവിടെ ഈ ഓട്ടോറിക്ഷ ഇടിച്ച് തകർത്തുകൊണ്ട് നിന്നത്. ആ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നവർ ഈ റോഡിൽ കിടക്കുകയായിരുന്നു. ഇതിനൊപ്പം മത്സരിച്ച് വന്ന മറ്റൊരു കാർ ഈ സൈഡിൽ തന്നെ ഇവിടെ കിടക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ അപകടത്തിൽ ഗുരുതരമായ കുടുംബത്തിലെ 4 പേർക്കും പരിക്കേറ്റു. അവരെ നാട്ടുകാരാണ് ഓട്ടോറിക്ഷയിൽ കയറ്റി വിട്ടത്. നമ്മൾ ഈ അപകടം ഉണ്ടായപ്പോൾ തന്നെ പോലീസിൽ വിവരം അറിയിച്ചതാണ്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, കൊച്ചി സിറ്റിയിൽ ഇത്ര വലിയൊരു അപകടം ഉണ്ടായിട്ട് സിറ്റി പോലീസിന് ഈ പരിസരത്തേക്ക് എത്താൻ പോലും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും ആ അപകടത്തിൽപ്പെട്ടവരെ നാട്ടുകാർ വളരെ വേഗത്തിൽ ഒരു വാഹനത്തിൽ കയറ്റി ഇപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അമിത വേഗത മാത്രമല്ല, മത്സര ഓട്ടമാണ് ഈ കൊച്ചിയിൽ ഈ ഉത്രാട രാത്രിയിൽ ഈ കാറുകൾ തമ്മിൽ നടത്തിയത് എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. അതിലൊരാൾ പറഞ്ഞത് അയാളുടെ കുട്ടി ആ വണ്ടിയിലിരുന്ന് ഉറങ്ങുകയായിരുന്നു. ഈ വാഹനത്തിന്റെ മത്സരയോട്ടം നടത്തിയ കാറുകളിൽ ഉണ്ടായിരുന്നവർ അവർ എവിടെയാണ് ശ്യാം? അതിൽ ഒരാൾക്ക് പരിക്കേറ്റ ഒരാളെ ഇപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ആ കാറിലുണ്ടായിരുന്ന ആളുകൾ ഇവിടെയുണ്ട്. മത്സരഓട്ടം തന്നെയാണ് നടന്നതെന്ന് ഇപ്പോൾ ഈ ദൃക്സാക്ഷികൾ തന്നെ പറയുന്നുണ്ട്. അവരാണ് നടന്നു പോകുന്നത്. ആ കാറിലുണ്ടായിരുന്ന ആ അപകടത്തിന് ഇരയാക്കിയ കാറിലുണ്ടായിരുന്ന ആളുകളാണ് ഇവിടെ നിന്ന് നടന്നു പോകുന്നത്. ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളാണ് ഇപ്പോൾ പരിക്കേറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ 4 പേരെ ഇടിച്ച് മൃതപ്രാണരാക്കിയ ആ കാർ, ഈ ഓട്ടോറിക്ഷയുടെ ഒരു ദൃശ്യം കൂടി കാണണം ഉന്മേഷ. കാരണം ഈ ഓട്ടോറിക്ഷയുടെ പുറകിൽ വന്ന് ഇടിക്കുകയായിരുന്നു ആ കാർ. അമിത വേഗത്തിൽ വന്ന ആ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. ഇതിലൊരു 10 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവരുൾപ്പെടെയാണ് ഗുരുതരമായി പരിക്കേൽക്കുകയും ഈ റോഡിൽ രക്തം വാർന്നിരിക്കുകയും ചെയ്തത്. പക്ഷേ ഇത്ര വലിയ അപകടം ഉണ്ടായിട്ടും ആ അപകട സ്ഥലത്തേക്ക് ഇതുവരെ എത്താനായിട്ട് നമ്മുടെ പോലീസ് സംവിധാനത്തിന് സാധിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന യാത്രക്കാർ, നാട്ടുകാർ അവരൊക്കെ ഇറങ്ങി നിന്നാണ് ഈ ആളുകളെ ഇവിടെ നിന്ന് കൊണ്ടുപോയത്. ഏതായാലും ആ അപകടം ഉണ്ടാക്കിയ കാറിലെ ആളുകൾ ഇപ്പോഴും ഈ റോഡിൽ തന്നെ ഉണ്ട്. അതിലൊരാൾക്ക് മാത്രമാണ് പരിക്കേറ്റത്. ബാക്കി 3 പേരും ഇവിടെയുണ്ട്. ഇവരുടെ മത്സര ഓട്ടമാണ് ഈ രാത്രിയിൽ ഒരു കുടുംബത്തിൻ്റെ വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാക്കുകയും വലിയ രീതിയിൽ ഗുരുതരമായ പരിക്കുണ്ടാക്കുകയും ചെയ്തിരിക്കുന്നത്. ആ അപകടത്തിന് ഇരയാക്കിയ ആളുകളും ആ കാറും ഇപ്പോഴും ഈ റോഡിലുണ്ട് ഉന്മേഷ്. ശ്യാം, ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലോ, അതെങ്ങോട്ടേക്കാണെന്ന് അറിയാമോ? അവരുടെ ആരോഗ്യനില എങ്ങനെയാണെന്ന് അറിയാമോ ശ്യാം? ഉന്മേഷ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കാരണം അമിത വേഗത്തിലെത്തിയ ഈ കാർ ഈ ഓട്ടോറിക്ഷയിലേക്ക് വന്ന് ഇടിച്ചു കയറുകയായിരുന്നു എന്ന് ആ ദൃക്സാക്ഷികൾ പറയുമ്പോൾ അവിടെ വന്ന ആ ആളുകൾ റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ആ കുട്ടിയടക്കം, നമ്മളിവിടെ വരുമ്പോൾ ചോര വാർന്ന ആ കുഞ്ഞടക്കം റോഡിൽ ഇരിക്കുന്ന ആ കാഴ്ച കാണാമായിരുന്നു. ഇപ്പോൾ ആ കാറിൻ്റെ മുൻവശമാണ് ഈ ഇടിച്ചു തകർന്ന ഈ പാലാരിവട്ടം പാലത്തിൽ ഈ കിടക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ നമുക്കത് വളരെ വ്യക്തമായി കാണാം. അപ്പോൾ എത്ര വേഗത്തിലാണ് അവർ തന്നെ പറയുന്നുണ്ട്. കുണ്ടന്നൂർ മുതൽ ഈ 2 കാറുകൾ തമ്മിൽ മത്സരിച്ചോടുകയായിരുന്നു. അവിടെ നിന്ന് ഈ ചെറിയ പാലത്തിലേക്ക് കുത്തിക്കയറ്റിക്കൊണ്ട് വരാൻ ശ്രമിച്ചപ്പോഴാണ് ഈ അപകടം ഉണ്ടാക്കിയത് എന്നുള്ളത് അവർ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മത്സരിച്ച് വന്ന കാറാണ് ഒരു കുടുംബത്തിൻ്റെ മേൽ വന്ന് ഇടിച്ചു കയറി ഇവിടെ നിയന്ത്രണം വിട്ട് കിടക്കുന്നത്. ആ കാർ പൂർണ്ണമായും ഇടിച്ച് തകരുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ കാറിലുണ്ടായിരുന്ന ഒരാളെ കൂടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പാലാരിവട്ടം മെഡിക്കൽ സെൻ്ററിലേക്കാണ് അവരെ എത്തിച്ചിരിക്കുന്നത്. ഒരു വട്ടം കൂടി ആ കാറിൻ്റെ മുൻവശം കാണണം. എത്ര വേഗത്തിലാകും ഈ കാർ ഇവിടെ പറന്നു വന്ന ഈ കുടുംബത്തിന് മേലിലേക്ക് ഇടിച്ചു കയറിയത് എന്നുള്ളത് കാണാം. പാതിരാത്രിയിൽ ഇത്തരത്തിൽ അശ്രദ്ധപരമായിട്ട് ഈ കാർ ഓടിച്ചു വന്നപ്പോൾ ആ ഒരു കുടുംബത്തിലുണ്ടായിരുന്ന 4 പേരെയാണ് ഇടിച്ചു തെറിപ്പിച്ചത് ഉന്മേഷ്. ആ കാർ ഇപ്പോഴും ഇവിടെ കിടക്കുകയാണ്. ആ കാറിലുണ്ടായിരുന്ന ഒരാൾക്ക് മാത്രമാണ് പരിക്കേറ്റത്. ബാക്കിയുള്ളവർ ഇവിടെയുണ്ട്. അവരുടെ മത്സരോട്ടം ഇപ്പോൾ വലിയ രീതിയിൽ അപകടത്തിലാക്കിയ ഒരു കുടുംബത്തെയാണ്. അവരെ ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അപകടമുണ്ടായി ഇത്ര സമയം കഴിഞ്ഞിട്ടും പോലീസ് സംവിധാനത്തിൽ ഒരാൾക്ക് പോലും ഇങ്ങോട്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് കൊച്ചിയാണ്, കൊച്ചി സിറ്റിയാണ് എന്ന് പറയുന്ന സ്ഥലത്താണ്. സിറ്റിയിൽ ഇത്ര വലിയ പാലാരിവട്ടത്ത് വൈറ്റില മേൽപ്പാലത്തിൽ ഇത്ര വലിയൊരു അപകടം ഉണ്ടാകുമ്പോൾ പോലീസിന് ഇങ്ങോട്ട് എത്തിച്ചേരാൻ പോലും കഴിയാത്തത്. പക്ഷേ യാത്രക്കാർ പറയുന്നുണ്ട്, ഈ കാറിന്റെ പുറകെ വന്നവർ പറയുന്നുണ്ട്, മത്സരോട്ടം നടത്തി ഒരു ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു, അത് തങ്ങൾ കണ്ടു എന്ന് അവർ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഉന്മേഷ്. ശരി ശ്യാംകുമാർ, വൈറ്റിലെ മേൽപ്പാലത്തിലാണ് ഈ അപകടം ഉണ്ടായത്. മത്സരയോട്ടം നടത്തിയ കാറുകളിൽ ഒന്ന് ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സാരമായ പരിക്കുണ്ട് എന്നാണ് അവിടെ നിന്ന് ശ്യാംകുമാർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പോലീസിന് ഇതുവരെ അവിടെ എത്താൻ കഴിഞ്ഞിട്ടുമില്ല. നാളെ തിരുവോണം. തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് മലയാളികൾ. ഓണം കെങ്കേമമാക്കാനുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു ഉത്രാട ദിനമായ ഇന്ന്. നാടും നഗരവുമൊക്കെ മത്സരങ്ങളും ഓണക്കളികളുമായി മലയാളി ഉള്ളിടത്തെല്ലാം ഓണാവേശം കൊട്ടിക്കയറുകയായിരുന്നു. തിരുവോണം മുറ്റത്തെത്തി ഒത്തുചേർന്നും സന്തോഷം പങ്കിട്ടും ഓണലഹരിയിലാണ് നാട്.
ഓണം ഇതാ വന്ന് എത്തിക്കഴിഞ്ഞു, എല്ലാം വാങ്ങിച്ചു. എല്ലാ ഐറ്റവും വേണം, കുറേശ്ശെ എല്ലാത്തും കളക്ട് ചെയ്ത് മാക്സിമം കവർ ചെയ്യാനായിട്ടുള്ളൊരു. ഓണം ആഘോഷിക്കാനുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള ഓട്ടമായിരുന്നു ഉത്രാട ദിനത്തിൽ. സദ്യക്കുള്ള കൂട്ടുകൾ, ഓണക്കോടികൾ, പൂക്കൾ, ഇങ്ങനെ മറന്നുപോയതും മാറ്റിവെച്ചതുമായ എല്ലാ സാധനങ്ങൾക്കുമായി ഓട്ടം. കുഞ്ഞു വഴിയോരക്കടകൾ മുതൽ വലിയ വ്യാപാരശാലകൾ വരെ ആളുകളാൽ നിറഞ്ഞു. ഗൃഹാതുര സ്മരണകളുമായി മറുനാട്ടിലും ഓണാഘോഷത്തിന് തിളക്കമേറെ. ഞങ്ങൾക്ക് കേരളത്തിലെ പോലെ പത്ത് ദിവസത്തെയല്ല ഓണം, ഞങ്ങൾ ഈ വർഷം അവസാനം വരെ ചലിക്കും. ഇവിടെ ഞങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 മാസം ഓണമായിട്ട് തന്നെയാണ് പോകുന്നത്. എവിടെയായാലും ഓണവിപണിയിലേക്ക് ഇറങ്ങുന്നത് തന്നെ മലയാളികൾക്ക് ആവേശം. നല്ല നാളെ പുലരുമെന്ന പ്രതീക്ഷയിൽ ഇനി നമ്മൾ തിരുവോണ ദിനത്തിലേക്ക്. ന്യൂസ് ഡെസ്ക് 24. പത്തനംതിട്ട കാട്ടൂർ ക്ഷേത്രത്തിൽ നിന്ന് ചരിത്രപ്രസിദ്ധമായ തിരുവോണത്തോണി പുറപ്പെട്ടു. നാളെ പുലർച്ചെ തിരുവോണത്തോണി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തും. മൂലം നാളിൽ കോട്ടയം കുമാരനെല്ലൂരിലെ മങ്ങാട്ടുമനയിൽ നിന്നും പുറപ്പെട്ട തിരുവോണത്തോണി മീനച്ചിലാറും മണിമലയാറും തുഴഞ്ഞ പമ്പാ നദിക്കരയിലെ കാട്ടൂരിലെത്തി. 18 തറവാടുകളിൽ നിന്നായി കാട്ടൂർ ക്ഷേത്രത്തിലെത്തിച്ച വിഭവങ്ങളും ഭക്തർ വഴിപാടായി സമർപ്പിച്ച വെറ്റിലയും അടക്കയും പുകയിലയും തിരുവോണത്തോണിയിലാക്കി തിരുവാറന്മുള ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. താലപ്പൊലികൾക്കും വാദ്യമേളങ്ങൾക്കുമൊപ്പം വായ്ക്കുരവകളും വഞ്ചിപ്പാട്ടുമുയർന്നു. പുലർച്ചെ നട തുറക്കുമ്പോൾ തിരുവോണത്തോണി ആറന്മുള ക്ഷേത്രത്തിലെത്തും. തോണിയിലെത്തിക്കുന്ന വിഭവങ്ങൾ ഉപയോഗിച്ചാകും തിരുവാറന്മുളയപ്പന തിരുവോണ സദ്യ ഒരുക്കുക. അത്താഴപൂജയ്ക്ക് ശേഷം സദ്യവട്ടത്തിന്റെ ചെലവ് കഴിഞ്ഞ മേൽശാന്തി നൽകുന്ന പണക്കിഴി വാങ്ങി ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച ശേഷമാകും ഭട്ടതിരിയുടെ മടക്കം. 24 പത്തനംതിട്ട. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന മുഖ്യമന്ത്രിയും ഗവർണറും പ്രതിപക്ഷ നേതാവും വർഗീയതയുടെയും ഭിന്നിപ്പിന്റെയും വിഷം തുപ്പുന്നവരെ തിരിച്ചറിയണമെന്നും ഇത്തരക്കാരെ അകറ്റി നിർത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മഹാബലി വിഭാവനം ചെയ്തതുപോലുള്ള സമൂഹത്തിന്റെ പുനർനിർമ്മിതിക്കായി ഓണം പ്രചോദിപ്പിക്കുന്നു എന്ന് ഓണ സന്ദേശത്തിൽ ഗവർണർ. സന്തോഷവും കരുത്തും നൽകുന്നതാകട്ടെ ഇത്തവണത്തെ ഓണാഘോഷമെന്ന് പ്രതിപക്ഷ നേതാവ്. സംഘർഷകലുഷിതമായ മണിപ്പൂർ സമാധാനത്തിലേക്ക് കുക്കി സംഘടനകൾ സമാധാന കരാറിൽ ഒപ്പുവെച്ചു. നിർണായക തീരുമാനം പ്രധാനമന്ത്രിയുടെ മണിപ്പൂർ സന്ദർശനത്തിന് മുന്നോടിയായിട്ടാണ്. ഇന്നു മുതൽ 1 വർഷത്തേക്കാണ് സമാധാന കരാർ. 2 വർഷത്തിലേറെ നീണ്ടുനിന്ന വംശീയ കലാപം, മനുഷ്യ മനസാക്ഷി മരവിപ്പിക്കുന്ന ഒട്ടേറെ സംഭവവികാസങ്ങൾ, ഒടുവിൽ മുഖ്യമന്ത്രിയുടെ രാജി, കാട്ടുതീ പോലെ പടർന്ന വംശഹത്യയും ഉള്ളലിയുന്ന കാഴ്ചകളും നീണ്ടുനിന്ന ദിനങ്ങൾക്കൊടുവിലാണ് മണിപ്പൂരിൽ സമാധാനമെത്തുന്നത്. ഡൽഹിയിൽ ആഭ്യന്തര മന്ത്രാലയവും കുക്കീസോ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ആഭ്യന്തര മന്ത്രാലയം, മണിപ്പൂർ സർക്കാർ, കുക്കി നാഷണൽ ഓർഗനൈസേഷൻ, യുണൈറ്റഡ് പീപ്പിൾ ഫ്രണ്ട് എന്നിവർ ത്രികക്ഷി കരാറിൽ ഒപ്പുവെച്ചു. ദേശീയപാത 2 വീണ്ടും തുറക്കാൻ കുക്കീസോ കൗൺസിൽ സമ്മതിച്ചു. സുരക്ഷാ സേനയുമായി പൂർണ്ണ സഹകരണം ഉറപ്പു നൽകി. കരാർ പ്രകാരം കുക്കി നാഷണൽ ഓർഗനൈസേഷനും യുണൈറ്റഡ് പീപ്പിൾ ഫ്രണ്ടും തങ്ങളുടെ 7 ക്യാമ്പുകൾ സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് മാറ്റി സ്ഥാപിക്കും. ആയുധങ്ങൾ സുരക്ഷാ സേനകൾക്ക് തിരിച്ചു നൽകും. ഈ മാസം 13-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് സമാധാന കരാറിൽ സംഘടനകൾ ഒപ്പുവെച്ചത്. വിനീത വിജി, 24, ഡൽഹി. വിഖ്യാത ഇറ്റാലിയൻ ഫാഷൻ ഡിസൈനറായ ജോർജിയോ അർമാനി അന്തരിച്ചു. 91 വയസ്സായിരുന്നു. അനാരോഗ്യം മൂലം ജൂണിൽ നടന്ന മിലാനിലെ മെൻസ് ഫാഷൻ വീക്കിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. 1975-ൽ സുഹൃത്തും ബിസിനസ് പങ്കാളിയുമായിരുന്ന സെർജിയോ ഗാലിയോട്ടിനൊപ്പമാണ് ജോർജിയോ അർമാനി SP എന്ന പേരിൽ സ്വന്തം ഫാഷൻ ലേബൽ സ്ഥാപിച്ചത്. ആദ്യം പുരുഷന്മാരുടെ വസ്ത്രങ്ങളായിരുന്നു രൂപകൽപ്പന ചെയ്തതെങ്കിലും പിന്നീട് വനിതാ വസ്ത്രങ്ങളിലേക്കും ആഭരണങ്ങൾ, സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ, ഹോം ഇന്റീരിയർ എന്നിവയിലേക്കും ബ്രാൻഡ് വികസിക്കുകയായിരുന്നു. 1980-ൽ പുറത്തിറങ്ങിയ അമേരിക്കൻ ജിഗോളോ എന്ന സിനിമയിൽ റിഗ്ഡ് ഗിയർ ധരിച്ച അർമാനി വസ്ത്രങ്ങൾ വലിയ ശ്രദ്ധ നേടിയതോടെയാണ് ഫാഷൻ രംഗത്ത് തരംഗമായത്. സെപ്റ്റംബർ 6-നും 7-നും നടക്കുന്ന പൊതു ദർശനത്തിന് ശേഷം സംസ്കാരം നടക്കും. സംസ്കാര തീയതി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. കേരള ക്രിക്കറ്റ് ലീഗിന്റെ സെമി ലൈനപ്പായി നാളെ ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന 1ാം സെമിയിൽ തൃശൂർ ടൈറ്റൻസ് കൊല്ലം സെയിലേഴ്സിനെ നേരിടും. വൈകിട്ട് 6:45 നടക്കുന്ന 2ാം സെമിയിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ എതിരാളികൾ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസാണ്. ആലപ്പി റിപ്പിൾസിനും ട്രിവാൻഡ്രം റോയൽസിനും യോഗ്യത നേടാനായില്ല. തിരുവനന്തപുരം കാര്യവട്ടം സ്പോർട്സ് ഹബ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക. കാണികൾക്ക് പ്രവേശനം സൗജന്യമാണ്.
സ്കിൽ അപ്പ് മിഷൻ 12,000 എന്ന പേരിൽ AI ഇന്റഗ്രേറ്റഡ് സ്കിൽ ട്രെയിനിംഗ് നടത്താനൊരുങ്ങി ഡെവലപ്മെന്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ലോജിസ്റ്റിക്സ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അക്കൗണ്ടിംഗ്, ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലകളിൽ തൊഴിൽ നേടാൻ ആഗ്രഹിക്കുന്ന 12,000 വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കും. +2, ITI, ഡിഗ്രി, ഡിപ്ലോമ, ബിടെക് എന്നീ യോഗ്യതകളുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അഡ്മിഷൻ നേടാൻ ആഗ്രഹമുള്ളവർ 9895984537 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. ഇതോടെ 24 റൗണ്ട് പൂർത്തിയാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.